അങ്ങനെ സാന് അവളോടുള്ള ദേഷ്യ കാരണം അവൾക്ക് ഒരു മുട്ടൻ പണി കൊടുക്കാനായിട്ട് അവൾ ബുക്ക് ചെയ്ത റൂമിൽ കയറി എന്തോന്ന് പൂളിൽ കലർത്തി. പക്ഷെ സിയ അവളുടെ റൂമിൽ പോകാതെ ഹീറോയ്ക്ക് ബുക്ക് ചെയ്ത റൂമിലായിരിക്കും അവൾ കയറിയത്. ഹീറോ റൂമിൽ വരുമ്പോൾ അവളെ കാണുന്നു. വേഗം ഹീറോ വാതിലടിച്ച് ഇവളെങ്ങനെ എൻ്റെ റൂമിൽ വന്നെന്ന് അസിസ്റ്റന്റിനോട് മിണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാകും ഹീറോ വന്നതായി അവൾ അറിയുന്നത്. ഉടനെ എഴുന്നേൽക്കുമ്പോൾ കാല് വഴുതി പൂളിൽ വീണു. അവളുടെ സൗണ്ട് കേട്ട് ഹീറോ ആയിരിക്കും അവളെ സേഫാക്കിയത്. ഹീറോയെ കണ്ടതും നിങ്ങളെന്താ ഇവിടെ, ഇത് എൻ്റെ റൂമാണ്. പക്ഷേ ഹീറോ അവളോട് ഈ റൂം തൻ്റേതാണെന്ന് പറഞ്ഞതും അവൾക്കൊടുവിൽ കാര്യം മനസ്സിലായി. സോ അവൾ പോകാനായി പോകുമ്പോൾ ഹീറോ അവളെ പിടിച്ച് ഒരു മാതിരി നോക്കി. അവൾക്ക് വല്ലാതെ നീ എന്നെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ ടോയെ എപ്പോഴും കൊണ്ടു നടക്കരുത്. പക്ഷെ നീ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ ടോയ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അറിയാതെ അവളുടെ കയ്യിൽ നിന്ന് ആ പാവ താഴെ വീണു. രണ്ടുപേരും എടുക്കാനായി കുനിയുമ്പോൾ സിയയുടെ കാലത്തിനി അവന്റെ മേൽ വീണു. ഹീറോ ആയിരിക്കും അവളെ പിടിക്കുക. അവന്റെ വെപ്രാളം കാണുമ്പോൾ അവനൊന്ന് ഓക്കെ ആക്കാനായി അവൻ അവളെ കിസ് ചെയ്യാനായി പോയി. ഉടനെ അവൻ അവളെ തള്ളി മാറ്റി പേടിച്ചവൻ റൂമിൽ നിന്ന് ഓടിപ്പോയി. അതേസമയം റിസപ്ഷനിസ്റ്റ് സാനിനോട് സിയ അവളുടെ റൂമിൽ ഇല്ലെന്ന് അറിയിക്കുന്നു. പകരം അവൾ ഹീറോയുടെ മുറിയിലാണ്. ദേഷ്യം വന്ന സാൻ ജോലിക്കാരിയെ ചീത്ത പറഞ്ഞു. കാരണം അവളുടെ പ്ലാനെല്ലാം പൊളിഞ്ഞല്ലോ. ഇനി വീണ്ടും അവളെ കൊടുക്കാനായി അടുത്ത പ്ലാൻ നോക്കുകയാണ്. ജോലിക്കാരിയെ അവളുടെ റൂമിലേക്ക് വിട്ട് ഹോട്ടലിൽ ചിലർക്ക് സൗജന്യമായിട്ട് ചർമ്മ സംരക്ഷണ സേവനങ്ങളെ കൊണ്ടെന്ന് പറഞ്ഞ് സിയെ നിർബന്ധിച്ച് കൊണ്ടുപോയി. ഇത്തവണ സാൻ സിയയ്ക്ക് വൻ അപകടകരമായ പ്ലാനാണ് ഒരുക്കിയത്. സിയ ബോഡിയെല്ലാം മസാജ് ചെയ്യുന്ന ടൈമിലായിരിക്കും മറ്റൊരു ലേഡി വന്ന് തനിക്കാണ് ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നു. ക്യാഷ് കൊടുത്തിട്ടാണ് താനും വന്നെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ആദ്യം ചെയ്യിക്കാനായി പറയുന്നു. എന്നാൽ ജോലിക്കാരി അതിന് സമ്മതിക്കുന്നില്ല. കാരണം സാൻ ആ എണ്ണയിൽ എന്തോന്ന് കലർത്തിയിട്ടുണ്ട്. അവസാനം അതൊരു തർക്കത്തിലേക്കാണ് നയിച്ചത്. പ്ലാൻ എല്ലാം ആ ലേഡിക്കാരന് കുളമാകുമെന്ന് കരുതി സാൻ വന്ന് പ്രശ്നം സോൾവ് ആക്കിയെങ്കിലും ആ ലേഡി സമ്മതിച്ചില്ല. സിയയ്ക്ക് തേക്കാൻ പോയ എണ്ണ തട്ടിയെടുത്ത് മുഖത്തേക്ക് ഒഴിച്ചതും ചുട്ടുപൊള്ളാൻ തുടങ്ങി. അതിൽ നിന്ന് കുറച്ച് തുള്ളി സിയയുടെ കയ്യിലേക്ക് വീണു. സൗണ്ട് കേട്ട സാൻ സിയയാണ് കരയുന്നത് കരുതി സന്തോഷിച്ചു. പക്ഷേ അപ്പോഴേക്കും ഹീറോ അതുവഴി പോകുമ്പോഴാണ് സിയയുടെ ശബ്ദം കേട്ട് മുറിയിലേക്ക് ചെന്നത്. നോക്കുമ്പോൾ കത്തിക്കരിഞ്ഞ മുഖം സിയാണെന്ന് നോക്കുമ്പോൾ സിയല്ല. സിയ അവിടെ മാറി നിൽക്കുകയായിരിക്കും. അവളെ കണ്ടതും അവളുടെ കയ്യിൽ പൊള്ളലേറ്റതായി കാണുന്നു. ഉടനെ അവളെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. സിയയുടെ കയ്യിലെ മുറിവ് പരിശോധിക്കുമ്പോഴാണ് അതൊരു ആക്സിഡന്റ് മൂലമാണ് സംഭവിച്ചെന്ന് ഡോക്ടർ വ്യക്തമാക്കി പറയുന്നത്. ഉടനെ ഹീറോ അസിസ്റ്റന്റിനെ കോൾ ചെയ്ത് ഈ പണി ചെയ്തത് ആരാണ് അവരെ കണ്ടെത്താനായി പറഞ്ഞു. എന്നാൽ ഇതിനകം തന്നെ സാരാ CCTV ക്യാമറ ഫൂട്ടേജ് എല്ലാം ഇല്ലാതാക്കി. കാരണം ഹീറോ അത് നോക്കുമെന്ന് ഉറപ്പായിരുന്നു. കൂടുതൽ പ്രശ്നം ആവാതിരിക്കാനായി അവൾ നേരെ ഹീറോയുടെ അമ്മയെ കണ്ട് ഹീറോ ഒരുത്തിയെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ ഹോട്ടലിൽ പ്രശ്നമുണ്ടാക്കുകയാണ്. ഇതൊരു തീരുമാനം എടുത്തുകൊള്ളണം എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അമ്മ പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അമ്മ നേരെ ഹീറോയെ കാണുന്നു. കൂടെ സിയ ഉണ്ടാകും. സിയ അവിടെ കാണുമ്പോൾ നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നത് അവളെൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണെന്ന്. സോ എന്നോടൊപ്പമാണ് താമസിക്കുന്നത് എന്ന് കേട്ടപ്പോൾ സാൻ ആൻറ്റിയെ നിർബന്ധിച്ച് ഹോട്ടലിനെ കുറിച്ച് ചോദിക്കാനായി ചോദിച്ചു. അതും അമ്മ ചോദിച്ചപ്പോൾ ഹീറോ പറയുന്നത് അതൊക്കെ സാനോട് ചോദിക്കി എന്നാണ്. ആൻറ്റി അവളോട് കാര്യം ചോദിക്കുമ്പോൾ തെളിവില്ലാത്തോടെ തന്നെ അവൾ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് പറഞ്ഞു. അവൾ പറയുന്നൊന്നും വിശ്വസിക്കരുതെന്ന് പറഞ്ഞ് നിൽക്കവേ അസിസ്റ്റന്റ് ഡിലീറ്റ് ചെയ്ത ഫൂട്ടേജുമായി എത്തി. അന്ന് നടന്ന എല്ലാം പ്ലേ ചെയ്ത് കാണിച്ചു. തെറ്റ് ചെയ്തത് സാനാണെന്ന് തെളിഞ്ഞതോടെ ഹീറോ അവളെ അറസ്റ്റ് ചെയ്യിക്കാനായിട്ട് പോലീസിനെ വിളിക്കുകയാണ്. സാൻ ഹീറോയോടും ആൻറ്റിയോടും കാല് വീണും മാപ്പ് പറഞ്ഞെങ്കിലും അവർ ആരും മൈൻഡാക്കുന്നില്ല. എന്നിട്ടമ്മ സിയയുടെ അടുത്തേക്ക് പോയി ചെയ്തതിന് മാപ്പ് പറഞ്ഞ് വിശ്രമിക്കാനായി പറയുമ്പോൾ ഹീറോ അമ്മയോട് പോകാനായി പറഞ്ഞു. അമ്മയ്ക്ക് കാര്യം പിടുത്തം കിട്ടി. ഇനി അവർക്കിടയിൽ ഒരു കട്ടുറുമ്പാണെന്ന് വിചാരിച്ച് അമ്മ അവിടെ നിന്ന് അവനെ കളിയാക്കിയിട്ട് പോവുകയാണ്. രാത്രിയായതും ഹീറോ അവളുടെ റൂമിൽ കയറി അവളുടെ കൈയൊക്കെ നോക്കുമ്പോൾ അവൾക്ക് വല്ലാതെ അവൻ്റെ പെരുമാറ്റം കണ്ടിട്ട് അവൾക്ക് തന്നെ ഒട്ടും വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഒരു പക്ഷേ എന്നെ ഇഷ്ടമായിരിക്കും, അതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നെന്ന് കരുതി അവൾ അവനെ കിസ് ചെയ്യാനായി പോയതും പെട്ടെന്ന് അമ്മ ഉണ്ടാക്കിയ സൂപ്പുമായി ജോലിക്കാരി റൂമിലേക്ക് വന്നു. സൂപ്പ് കാണുമ്പോൾ ഹീറോ ഞെട്ടിപ്പോയി. വേഗം അവൻ്റെ മൈൻഡ് മാറ്റി അമ്മയെ മുത്തശ്ശിയാക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. സോ സൂപ്പ് കണ്ടതിന് ശേഷം ഹീറോ അതെടുത്തു കൊണ്ടുപോയി. പിറ്റേന്ന് ഹീറോയുടെ അമ്മ അവളെ മരുമകളായിക്ക് സ്വീകരിക്കാനായിട്ട് കുറേയേറെ ആഭരണങ്ങൾ സ്വർണമായിട്ടൊക്കെ വന്നിരിക്കുന്നു. ഇതൊക്കെ അവൾക്കാണെന്ന് കേട്ടപ്പോൾ എടുക്കണമെന്നൊക്കെ ഉണ്ടായി. പക്ഷേ വില വളരെ കൂടുതലാണെന്ന് പറഞ്ഞ് അവൾ ഒഴിവ് കഴിവുകൾ പറയുന്നു. ഹീറോയുടെ അമ്മ അവളെ മരുമകളായി സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നത്. ശേഷം അമ്മയും അവളും റോഡിലൂടെ നടന്നു പോകുമ്പോൾ വഴിയോരത്ത് അവരുടെ റിലേറ്റീവ്സിനെ കാണുന്നു.
പുള്ളി അവളെ കണ്ടതും അടുക്കാൻ നോക്കുമ്പോൾ അമ്മ അവൾ എൻ്റെ മകളാണെന്ന് കള്ളം പറഞ്ഞു. ഹീറോ അവളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പുറത്ത് പറയാത്ത സ്ഥിതിക്ക് അമ്മയ്ക്ക് ആരോടും ഇവൾ തൻ്റെ മരുമകളാണെന്ന് പുറത്ത് പറയാൻ പറ്റില്ല. എന്നാൽ സിയെ കാണുമ്പോഴാണ് അയാളൊരു കാര്യം ഓർക്കുന്നത്. സാൻ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഇയാളെ വിളിച്ച് ഹീറോയെ സി എന്ന പെണ്ണ് വശീകരിക്കാൻ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവൾ കാരണമാണ് അവൾ പോലീസിൽ കയറേണ്ടി വന്നത്. ഇവിടെ അമ്മ അവളോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി. അതേയിടത്തിലായിരിക്കും യൂസോ ആൾക്കൂട്ടത്തിനിടയിൽ അമ്പ് വിടുന്ന മത്സരത്തിലാണ് നിൽക്കുന്നത്. ഇവളെ ഇവർ കണ്ടതും ഉപദ്രവിക്കാനായിട്ട് ഓടിച്ചെന്നു. അപ്പോൾ സിയ ജിയങ് ഗ്രൂപ്പിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞതും അവർ അവളെ കൂടുതൽ അപമാനിക്കാൻ തുടങ്ങി. അപ്പോഴാണ് യൂസോ ക്ഷമ ചോദിച്ചു വന്നത്. വേണമെങ്കിൽ ഒരു കളി കളിച്ചൂടെ എന്ന് ഓഫർ ചെയ്തു. എന്നാൽ കൂടെ നിന്ന ലേഡീസ് അവളിട്ട് അപമാനിക്കുകയാണ്. അവൾക്കെന്തറിയാം, അമ്പ് പോലും വിടാൻ പോലും പറ്റില്ല. ഇവരുടെ പറച്ചിൽ കേട്ടതും അവരുമായിട്ടൊരു പന്തയം വെക്കുകയാണ്. അങ്ങനെ ആ ലേഡിയായിരിക്കും ആദ്യം അമ്പ് വിടുന്നത്. ഒരാൾക്ക് 3 അവസരമായിരിക്കും. ആ ലേഡി നിഷ്പ്രയാസം ജയിച്ചു. ഇനി സിയയുടെ ടേണാണ്. എല്ലാവരും കരുതുന്നത് അവളെല്ലാത്തിനും തോൽക്കുമെന്ന്. സിയ അമ്പെടുത്ത് വീശിയതും കറക്റ്റ് പോയിന്റിലായിരിക്കും വീണത്. എല്ലാ കറക്റ്റ് പോയിന്റിൽ വീണതിനാൽ സിയ ആയിരിക്കും വിന്നർ. പന്തയം വെച്ച ആൾ തോറ്റതിന് ശിക്ഷയായി തലയിൽ ഒരു ആപ്പിൾ വെച്ച് അമ്പ് വേണം എന്നതാണ്. ആ ലേഡി ആപ്പിൾ വെച്ച് നിന്ന് സിയ അമ്പ് വിടാൻ പോകുമ്പോൾ തന്നെ അയാൾ അവളെ കയറി പിടിച്ച് അവളെ കൊല്ലാനായി ശ്രമിച്ചു. കറക്റ്റ് ടൈമിലായിരിക്കും ഹീറോ അവളെ കൂട്ടിക്കൊണ്ടു പോകാനായി എത്തിയത്. സോ എന്തോ ഭാഗ്യം കൊണ്ട് ആ ലേഡി രക്ഷപ്പെട്ടു. അയാളെ കണ്ടതും നിങ്ങളെപ്പോഴാ എത്തിയത്, ഇനി പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് വേണമെങ്കിൽ പോകണമെന്ന് തോന്നുന്നില്ല. ഇവിടെ അങ്ങ് സെറ്റിലായാലോ എന്നാണ് വർത്താനം. എന്നാൽ പിന്നെ കാണാമെന്ന് പറഞ്ഞ് ഹീറോ അവളെ കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലെത്തിയപ്പോഴാണ് അവൾക്ക് അവൻ്റെ അമ്മയുടെ കാര്യം ഓർമ്മ വന്നത്. അമ്മ അവനെ മനഃപൂർവ്വം അവളുമായി സൊള്ളിക്കാൻ വേണ്ടിയാണ് അമ്മ മാറി നിന്ന് അവനെ വിളിച്ചു വരുത്തിയത്. സോ അമ്മ വീട്ടിൽ പോയെന്ന് പറഞ്ഞു. അല്ല, പുള്ളി വിദേശത്ത് നിന്ന് എന്തിനാണ് വന്നത്? പെട്ടെന്ന് വിദേശത്ത് നിന്ന് ഒരാൾ വീട്ടിലേക്ക് എത്തുമ്പോൾ അതിന് 2 കാരണങ്ങളുണ്ടാവും. എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുടുംബസ്വത്ത് കൈക്കലാക്കാനാവും. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെക്കുറിച്ച് ആശയമൊന്നുമില്ലേ? ഉണ്ടല്ലോ, നിങ്ങളല്ലേ എൻ്റെ ബോസ്, നിങ്ങളുടെ താല്പര്യങ്ങളാണ് എൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു പോകുമ്പോൾ അവളുടെ കാൽ തെന്നി അവൻ്റെ മേൽ വീണു. ഇവിടെ യൂസോ അയാളുടെ അച്ഛനോട് ജിയങ് ഗ്രൂപ്പ് കൈക്കലാക്കാനാണ് വന്നത്. അവരുടെ മുത്തശ്ശൻ്റെ മരണശേഷം ഹീറോയാണ് കമ്പനി ഇപ്പോൾ നോക്കി നടത്തുന്നത്. അതെങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ യൂസോ സിയെ മുന്നിൽ നിർത്തി കളിക്കാനായി അച്ഛനോട് ഡിസ്കസ് ചെയ്യുകയാണ്. അതിനായി സിയുമായി കൂടുതൽ അടുക്കാനായി അയാൾ ഗോൾഫിൽ കളിക്കാനായി റിക്വസ്റ്റ് അവൾക്ക് അയക്കുമെന്ന്. പിറ്റേന്ന് അവൾ ഹീറോ ഗോൾഫിൽ കളിക്കാൻ പോണ്, ഹീറോയോട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ വന്നില്ല എന്നാണ് പറയുന്നത്. അവൾ ഇറങ്ങിക്കഴിയുമ്പോഴാണ് അറിയുന്നത് അവൾ ഗോൾഫിൽ കളിക്കാൻ പോയിരിക്കുന്നത് യൂസോൻ്റെ അടുത്താണ്. സോ ഹീറോ ഒന്നും നോക്കില്ല, വേഗം അവൾക്ക് പിന്നാലെ പോയി. ഇവിടെ സിയയ്ക്ക് ഗോൾഫ് എങ്ങനെ കളിക്കേണ്ടതെന്ന് അറിയില്ല. യൂസോ പഠിപ്പിക്കാനായി കൈ നീട്ടിയതും പെട്ടെന്ന് ഹീറോ എത്തി. ഞാൻ അവളെ പഠിപ്പിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. ഹീറോ അവളുമായി ക്ലോസ് ആകുമ്പോൾ അവൾക്കെന്തോ പോലെ തോന്നുന്നു. അപ്പോൾ ഹീറോ, ഗോൾഫിൽ കളിക്കുമ്പോൾ ആരെങ്കിലും നിന്നെ അങ്ങനെ തൊടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അവളൊന്നും പറഞ്ഞില്ല. എന്നാൽ ഇതൊക്കെ കാണുന്ന യൂസോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. മനഃപൂർവ്വം ആ വടി തട്ടിയതും അവളുടെ കയ്യിലുണ്ടായ പാവ വീഴുമ്പോൾ ഹീറോ ആയിരിക്കും വീഴുക. അവൻ്റെ കൈക്ക് വരെ പരിക്കേറ്റു. വേഗം തന്നെ പാവയെടുത്ത് അവൾക്ക് കൊടുത്തു. ബ്രദർ, നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴാണ് യോസിക്ക് ഹീറോയ്ക്കും പാവയ്ക്കിടയിൽ എന്തുകൊണ്ടെന്ന് സംശയം വരുന്നത്. വീട്ടിലെത്തുമ്പോൾ അവളെ കളിക്കാൻ സമ്മതിക്കാത്തതിൻ്റെ ദേഷ്യത്തിലായിരിക്കും. ആ ദേഷ്യത്തിൽ പാവയെടുക്കുമ്പോഴാണ് അവൻ്റെ കൈക്ക് പരിക്ക് പറ്റിയ കാര്യം ഓർമ്മ വരുന്നത്. അവനെ കാണാനായി പോകുമ്പോൾ അസിസ്റ്റൻ്റ് ഒരു മരുന്ന് കുപ്പിയുമായി അവൾക്ക് കൊടുത്തിട്ട് പോയി. സിയ ആയിരിക്കും ഹീറോയ്ക്ക് മരുന്നൊക്കെ പറ്റി കൊടുക്കുന്നത്. സിയ മരുന്നൊക്കെ പറ്റി കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഹീറോ അവൾക്കൊരു കിസ് കൊടുത്തു. അപ്പോഴാണ് ഹീറോയ്ക്ക് അവൻ്റെ അമ്മയിൽ നിന്ന് കോൾ വരുന്നത്. എപ്പോഴാണ് എനിക്കൊരു കൊച്ചുമകനെ തരുന്നത്? നിങ്ങൾ എന്നെ ശല്യപ്പെടുത്താതിരുന്നെങ്കിൽ ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങളെ മുത്തശ്ശിയാക്കാനെ. ഇത് കേട്ടപ്പോൾ അമ്മ നാണിച്ച് ഫോൺ കട്ടാക്കി. പിറ്റേന്ന് ഓഫീസിലെത്തുമ്പോൾ അവളുടെ ടേബിളിലൊക്കെ ബൊക്ക കാണുന്നു. ഹീറോ അവൾക്കായിരിക്കും വെച്ചിട്ടുണ്ടാകുക എന്ന് കരുതി നിൽക്കുമ്പോഴാണ് അവിടെ യോസെത്തി. ഇഷ്ടമായോ? നമുക്കിന്ന് ഒരുമിച്ച് ഡിന്നർ കഴിക്കാം എന്ന് ചോദിച്ചു. അപ്പോഴാണ് അറിയുന്നത് ഇത് ഹീറോ വെച്ചതല്ല, ഇയാൾ വെച്ചതാണെന്ന്. സോ ഡിന്നറിൻ്റെ ഭക്ഷണം അവൾ നിരസിച്ചു. ഇവിടെ അസിസ്റ്റൻ്റ് യൂസോ വന്നതായും സിയയ്ക്ക് വേണ്ടി കുറേ പൂക്കളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേട്ടു. രണ്ടുപേരും തമ്മിൽ ബന്ധമുണ്ടെന്ന് തോന്നുന്നു കേട്ടപ്പോൾ ഹീറോയ്ക്ക് നല്ല ടെൻഷനായി. നോക്കേണ്ട ഫയലൊക്കെ അസിസ്റ്റൻ്റ് നേരെ വലിച്ചെറിഞ്ഞു. സിയ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇവളെയും കാത്ത് യൂസോ നിൽക്കുന്നുണ്ടാവും. ജോലി സംബന്ധമായി എന്തോ കാര്യം അവളോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൾക്കൊപ്പം ലിഫ്റ്റിൽ കയറി. ആ ടൈമിലായിരിക്കും ഹീറോ അവൾ എവിടെയെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുക. ഇവളും ഒരു സുഹൃത്തിൻ്റെ ഒപ്പം റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞതും ഹീറോ സമ്മതിച്ചു. ഇറങ്ങാൻ നേരത്ത് വിളിക്കണമെന്ന് പറയുകയാണ്. പക്ഷെ തിരിച്ചു വന്നാൽ അവളെ കാണണം, പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാനുണ്ട്.
കാരണം യോസോ എങ്ങാനും അവളെ പ്രപ്പോസ് ചെയ്യുമോ എന്ന് പേടിച്ചിട്ടാണ്. ഇപ്പോൾ ഹീറോയ്ക്ക് അവളോടുള്ള ഇഷ്ടം കൂടിയിട്ടുണ്ട്. അതിനാൽ ഹീറോ വേഗം അമ്മയെ കണ്ട് തനിക്ക് സിയെ ഇഷ്ടമാണെന്ന്, അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ള കാര്യം പറഞ്ഞു. അമ്മയുടെ സമ്മതം കിട്ടിയതും ഹീറോയ്ക്ക് വരാൻ പോകുന്ന മരുമകൾക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ച ജെറ്റ് പെൻഡന്റ് അമ്മ നൽകി അവളെ കാണാനായി ഹീറോ ഇറങ്ങി. ഇവിടെ യോസോ നിർബന്ധിച്ചുകൊണ്ട് അവൾ ഡിന്നർ കഴിക്കാനായി കൂടെ വരികയാണ്. അപ്പോൾ അവിടുത്തെ ഒരുക്കം കണ്ട് ഇന്ന് വല്ല പരിപാടി ഉണ്ടോയെന്ന് കരുതി. അപ്പോഴേക്കും ഒരു സ്റ്റാഫ് വലിയ ബൊക്കയുമായി വന്ന് യോസയ്ക്ക് കൊടുത്തു. യോസ അവൾക്ക് നേരിട്ട് നീട്ടി പ്രപ്പോസ് ചെയ്യുകയാണ്. ഇവൾക്കാകെ ഷോക്ക്. ഇതൊക്കെ കണ്ട മറ്റ് ലേഡി സ്റ്റാഫുകൾ നല്ലൊരു വ്യക്തിയാണ്, അയാളെപ്പോലെ അവൾ ബോയ് ഫ്രണ്ടായിട്ട് കിട്ടിയത് ഭാഗ്യവതിയാണെന്ന് പറഞ്ഞ് സംസാരിച്ചു വരുന്നത് ഹീറോ കേട്ടു. ഹീറോ അതേ ഹോട്ടലിലായിരിക്കും ഡിന്നർ കഴിക്കാൻ എത്തിയത്. നിങ്ങളെന്താണ് പറഞ്ഞത്? അല്ല, ജിയൻ കമ്പനിയിലെ സ്റ്റാഫിന് ഒരു കോഡീഷൻ പ്രപ്പോസ് ചെയ്ത് കേട്ടപ്പോൾ അതാരാണെന്നറിയാൻ ഹീറോ ഓടിപ്പോയി നോക്കുമ്പോൾ സിയ വേഗം എഴുന്നേറ്റ് പ്രപ്പോസിന് നോ പറഞ്ഞു. എനിക്കൊരാളെ ഇഷ്ടമാണ്, എന്നോട് ക്ഷമിക്കെന്ന് പറഞ്ഞു പോകുമ്പോൾ അയാൾ അവളെ പിടിച്ചു നിർത്തി. ജിയാങ്, നിനക്ക് തരുന്നത് പോലെ ഞാനും നിനക്ക് എല്ലാം തരാം. ഇതൊക്കെ കണ്ടപ്പോൾ ദേഷ്യം വന്ന ഹീറോ വേഗം ഓടിയെത്തി അയാൾക്കൊരടി കൊടുത്തു. ഇനി ഇവരുടെ പിന്നാലെ വന്നാൽ ചേട്ടനാണ് നോക്കില്ല എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോയി. കാറിൽ കയറിയപ്പോൾ ഹീറോ നല്ല ദേഷ്യത്തിലായിരിക്കും. ഇവൾ സത്യത്തിൽ എന്താണ് നടന്നെന്ന് രാത്രി പറയാനിരിക്കായിരുന്നു എന്ന് പറയാനായി വന്നതും ഹീറോയ്ക്ക് പേടിയായിരുന്നെന്ന്. അവൻ വിചാരിച്ചതൊക്കെ സ്വന്തമാക്കാൻ അവൻ എന്തും ചെയ്യും. അതുകൊണ്ടാണ് നീ അവനിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ട് ഞാൻ നോക്കിയത് എന്ന് കേട്ടപ്പോൾ അവൾ അവനോട് ചോദിച്ചു, നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. അവനാണെങ്കിലും ഒന്നും മിണ്ടിയില്ല. അവൾ കിസ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ സിയ അവനെ തള്ളി മാറ്റി, നിനക്കെന്നെ ഇഷ്ടമാണെങ്കിൽ അത് പറ. ഒടുവിൽ അവൻ അവളെ പ്രപ്പോസ് ചെയ്തിട്ട് അമ്മ കൊടുത്ത ജെറ്റ് പെൻഡന്റ് അവന് നൽകി. ഓഫീസിലെത്തുമ്പോൾ അവരൊരുമിച്ചായിരിക്കും കയറുക. അവരൊരുമിച്ച് കണ്ടതും അസിസ്റ്റന്റ് വളരെ സന്തോഷമായി. കാരണം ഹീറോയ്ക്ക് കൂട്ടിനൊരാളെ ഒപ്പിക്കാനായിട്ട് അസിസ്റ്റന്റും അമ്മയും ഒരുപാട് ശ്രമിച്ചിരുന്നു. മറുവശത്ത് യൂസോയെ കാണാനായി സാനെത്തി. അപ്പോഴാണ് യൂസോ അറിയുന്നത് സാനും സിയാനോടുള്ള ദേഷ്യം. സോ അവരെ രണ്ടുപേർക്കും പണി കൊടുക്കാനായി തീരുമാനിച്ചു. ഇവിടെ ഹീറോ കുറച്ച് നാളത്തേക്ക് ബിസിനസ് ട്രിപ്പിനായി എബ്രോഡിൽ പോവുകയാണ്. സോ സിയെ സേഫ് ആക്കാനായിട്ട് അവൾക്ക് ഓഫീസിൽ സുരക്ഷിതമായി പോകാനും വരാനായിട്ട് ഒരു ഡ്രൈവറെ നിയമിച്ചു. വരുമ്പോൾ വിവാഹം കഴിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് അവൾക്കൊരു ഉമ്മയും കൊടുത്തിട്ടായിരിക്കും പോവുക. ഹീറോ പോയത് കൊണ്ട് അവൾക്ക് നല്ല ശോകമായിരിക്കും. ബോറടിച്ചിരുന്നുകൊണ്ട് ഓഫീസിൽ പോകാനായിട്ട് ഡ്രൈവറെ വിളിക്കുമ്പോൾ ഡ്രൈവർ മുഖംമൂടി ധരിച്ച ഒരു പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുന്നത് കണ്ടു. ആരാണെന്ന് അറിയാനായിട്ട് സിയ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ആ ലേഡി വേഗം അവിടുന്ന് ഓടിപ്പോയി. സിയ പിടിച്ച പ്രശ്നമാകുമെന്ന് കരുതി അയാൾ അവിടെ മുന്നിലെത്തി. അത് തന്റെ മകളാണ്, കുറച്ചുനാൾ വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് അവൾ തന്നെ കാണാൻ വന്നതാണെന്ന് കേട്ടപ്പോൾ പിന്നീട് അവളൊന്നും ചിന്തിച്ചില്ല. അയാളെ വിശ്വസിച്ച് അവൾ ഓഫീസിലേക്ക് പോകാൻ തീരുമാനിച്ചു. പോകും വഴിയിൽ കുറച്ചു നേരമുണ്ടായ സംഭവമൊക്കെ അവൾ ഹീറോയോട് പറഞ്ഞു. ഇതൊക്കെ കേട്ട ഹീറോ, അയാൾക്ക് 5 വയസ്സുള്ള കുട്ടിയാണുള്ളത്, എന്തോ കുഴപ്പം സംഭവിക്കാൻ പോകുന്നെന്ന് സംശയിച്ച് അവൾ നേരെ നോക്കുമ്പോഴാണ് അയാൾ അവളെ വിജനമായ ഒരു പ്ലേസിലാണ് കൊണ്ടുപോകുന്നത്. പേടിച്ചവൾ ഹീറോയ്ക്ക് മെസ്സേജ് അയക്കുന്നു നിന്നു. ഇവിടെ ഹീറോ അവളുടെ മെസ്സേജ് കാണാത്തോണ്ട് നോക്കിയിരിക്കുമ്പോൾ ഹീറോയ്ക്ക് പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെടുകയാണ്. സോ അവളെ വിളിച്ചു നോക്കുമ്പോൾ കോളും പോകുന്നില്ല. ഡ്രൈവർ ഇപ്പോൾ ഒരിടത്ത് നിർത്തി. അപ്പോഴാണ് ആ ലേഡി എന്താണ് പറഞ്ഞെന്ന് കാട്ടുന്നത്. അയാൾ ഇത് ചെയ്താൽ അയാളുടെ ഫാമിലി എബ്രോഡിൽ കൊണ്ടുപോയി ലൈഫൊക്കെ സെറ്റാക്കി കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി. അതിനാലാണ് അയാൾ ഇതിനൊക്കെ കൂട്ടുനിന്നത്. ഇവളും വേഗം രക്ഷപ്പെടാനായി പുറത്തേക്ക് ഓടുമ്പോഴാണ് ആൾക്കാർ അവളെ പിടികൂടിയത്. കണ്ണ് തുറക്കുമ്പോൾ അവളെ കെട്ടിയിട്ടതായി കാണുന്നു. ഹീറോ കുറെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതുകൊണ്ട് തന്നെ വേഗം തിരിച്ചു പോകാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ഹീറോയ്ക്ക് 10 മില്യൺ രൂപയുടെ പ്ലാനിങ്ങും അതിൽ ഒപ്പിടാനുണ്ട്. നിരവധി ചൈനീസ് കമ്പനികൾ ഇതിനായിട്ട് വന്നിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് പണമേ മുഖ്യമല്ല. അതിനാൽ സിയ എവിടെയാണെന്ന് അസിസ്റ്റന്റ് ആൾക്കാരെ വിട്ട് അന്വേഷിപ്പിച്ചു. ഇവിടെ സാൻ, നീ വന്നില്ലായിരുന്നെങ്കിൽ ഹീറോ ഇപ്പോൾ എൻ്റേതായെന്ന് പറഞ്ഞ് അവിടെ കയ്യിലുണ്ടായ പാവ വാങ്ങി കുറേ കുത്തി. എന്നാൽ ഇതൊക്കെ യൂസോ CCTV വഴി കാണുന്നുണ്ടായി. കറക്റ്റ് ടൈമിലായിരിക്കും ഹീറോ എത്തുക. അപ്പോൾ സാൻ കുട്ടിക്കാലം മുതൽ അവൾ അവനെ സ്നേഹിച്ചിരുന്നെന്നും തൻ്റെ സ്നേഹം അവനെ ബോധ്യപ്പെടുത്താനായി ശ്രമിച്ചപ്പോൾ അവൻ വിശ്വസിച്ചില്ല. കാരണം പണ്ട് ഹീറോയ്ക്ക് അസുഖമുള്ളതിനാൽ അവൻ കഴിച്ചിരുന്ന മരുന്നിൻ്റെ മണം അവൾക്കൊട്ടും ഇഷ്ടമല്ലാത്ത രീതിയിലാണ് പെരുമാറിയത്. ഹീറോയുടെ കയ്യിൽ പണം വന്നേ പിന്നെയാണ് സാൻ അവനുമായി അടുക്കാൻ ശ്രമിച്ചത്. ഹീറോയുടെ ആൾക്കാർ വന്ന് അവളെ തടുത്ത് സിയെ രക്ഷിക്കുന്നു. എന്നാൽ ഇതൊക്കെ കണ്ടിരുന്ന യൂസോ അവരെ പോകാൻ അനുവദിച്ചില്ല. ആ ഗോഡൌണിന്റെ ഷട്ടർ അടിച്ചു. അപ്പോഴാണ് അകത്തു നിന്ന് ബോംബ് വെച്ചിട്ടുണ്ടെന്ന ശബ്ദം കേൾക്കുന്നത്. എന്നാൽ ഇക്കാര്യമൊന്നും സാൻ അറിയില്ലായിരുന്നു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ബോംബിനെ തിരയാൻ തുടങ്ങി. താമസിയാതെ അസിസ്റ്റന്റ് എത്തി വാതിൽ തുറന്നു. എല്ലാവരും പുറത്തേക്ക് പോയപ്പോൾ അതിനിടയിൽ സാൻ നിലത്ത് വീണു. അത് കാണുന്ന സിയ അവളെ വിട്ടിട്ട് പോകാനേ തോന്നില്ല. വേഗം അവളെ കൂട്ടി പുറത്തേക്ക് വന്നത് ബോംബ് പൊട്ടി. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോൾ ഹീറോയുടെ നില വളരെ ഗുരുതരമാണെന്ന് ഡോക്ടർ പറയുന്നു. ഇത് കേട്ട് അവൾ ഭയന്നു പോയി. ഉടനെ തന്നെ ഹീറോയെ കാണാനായി റൂമിലെത്തുമ്പോൾ അബോധാവസ്ഥയിലാണ് ഹീറോ കിടക്കുന്നത്. ഹീറോയോടൊപ്പം അമ്മയും അവിടെ ഉണ്ടാകും. അവനെ ഉണർത്താൻ ശ്രമിക്കുമ്പോഴാണ് അവന്റെ നെഞ്ചിൽ കത്തിക്കുത്തിയ ഒരു മാർക്ക് ഇല്ലെന്ന് കണ്ടത്.
ഹീറോ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് അവൻ ഡോക്ടറോട് ചോദിച്ചു. പക്ഷേ ഹീറോയ്ക്ക് അതിജീവിക്കാൻ കരുതില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് കോൾ വരുന്നു. കമ്പനി നോക്കി നടത്താൻ ആളില്ലാത്തതുകൊണ്ട് യൂസഫ് കമ്പനി ഏറ്റെടുക്കാൻ പോകുന്നെന്ന്. ശേഷം മീറ്റിംഗിൽ യൂസഫ് ഹീറോയുടെ കുടുംബത്തിൽ കമ്പനി നടത്താൻ അവകാശമില്ല, ഏക അവകാശി താനാണ്, ഇനി കമ്പനി ഞാൻ നോക്കിക്കോളാമെന്ന് പറയുമ്പോൾ ചിലർ സമ്മതിക്കുന്നില്ല. അവർക്ക് അയാൾ ക്യാഷ് കൊടുത്ത് വായടപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് കരാറിൽ ഒപ്പിടാൻ പോയപ്പോഴാണ് കറക്റ്റ് ടൈമിൽ സിയയും അമ്മ എത്തി. എനിക്ക് എൻ്റെ മകനില്ലെങ്കിൽ എനിക്ക് കമ്പനി ഏറ്റെടുക്കാൻ കഴിയും. ഇത് കേട്ടപ്പോൾ അയാൾ അവരെ കളിയാക്കുകയും കഴിവില്ലാത്ത ആളാണെന്ന് കുറ്റപ്പെടുത്തി. എന്നാൽ സിയ താൻ ഹീറോയുടെ നിയമപരമായ ഭാര്യയാണെന്നും അതിനാൽ ഈ സ്വത്തുക്കൾ മുഴുവൻ അവൾക്കുള്ളതാണെന്ന് കരാർ രേഖകൾ കാണിക്കുമ്പോൾ അയാൾ മനഃപൂർവ്വം പേപ്പറൊക്കെ കീറിക്കളഞ്ഞ് നിനക്കിവിടെ രാജ്ഞിയാകാം, പക്ഷെ ആ വ്യവസ്ഥയിൽ നീ എന്നെ വിവാഹം കഴിക്കണം എന്ന് പറയുന്നു. തുടർന്ന് ഹീറോ എത്തുകയാണ്. തന്റെ കസിനെ തള്ളി മാറ്റി ഹീറോയെ കണ്ടപ്പോൾ അയാളൊന്ന് ഞെട്ടിപ്പോയി. നീ മരിച്ചില്ലേ എന്നൊരു മട്ടിൽ. ഹീറോയെ കണ്ടതും അവനെ കൊല്ലാനായിട്ട് വേഗം ആ പാവയെ തട്ടിയെടുത്ത് കത്തിച്ച് കളയുമെന്ന് ഭീഷണിപ്പെടുത്തി പാവയ്ക്ക് തീ കൊളുത്തി. ഇവളും അത് തടയാൻ ശ്രമിച്ചപ്പോൾ അവിടെ കഴുത്ത് പിടിച്ചു. എന്നിരുന്നാലും ഹീറോ അയാളെ തള്ളി മാറ്റി. ഇത് കണ്ടവൾ അവനോട് തന്നെ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തീ കൊളുത്തിയിട്ട് കൊള്ളാത്തത്? സത്യത്തിൽ അവളുടെ കയ്യിൽ ആ പാവം ഉണ്ടായാൽ മാത്രമാണ് അവനെ നിയന്ത്രിക്കാൻ പറ്റൂ. മറ്റുള്ളവരുടെ കയ്യിൽ പാവം ഉണ്ടായാൽ അവനെ നിയന്ത്രിക്കാനേ പറ്റില്ല. അപ്പോൾ അയാൾ ഒളിപ്പിച്ചു വെച്ച കത്തിയെടുത്ത് ഹീറോയെ കുത്താൻ വന്നെങ്കിലും ഗാർഡ്സ് അയാളെ പിടികൂടി നേരെ പോലീസിൽ ഏൽപ്പിക്കുകയാണ്. അവസാനമാകുമ്പോൾ ഹീറോ സിയെ പ്രപ്പോസ് ചെയ്യുന്നിടത്ത് ഈ കഥ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.